ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 10 പ്രോ ഫോൾഡ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 10 പ്രോ ഫോൾഡ് എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം ഉള്ളിൽ അത്യാവശ്യം വലിയ 8 ഇഞ്ചിൻ്റെ 2.2K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ LTP എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 2700 നിറ്റ്സ് ആയിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിലും OLED പാനൽ തന്നെ ആയിരിക്കും വരിക. പിന്നെ ഇതിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 257 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 10.5 mm ആയിരിക്കും. ഫോൺ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത്, ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരിക 5.1 mm ആയിരിക്കും. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G5 പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ഇപ്പം മറ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite, MediaTek Dimensity 9400+ എന്നീ പ്രോസസ്സറുകളുടെ ആ ഒരു ലെവലിൽ ഈ ഒരു പ്രോസസ്സർ എത്തുമെന്ന് വെച്ചാൽ ആ ഒരു റേഞ്ചിൽ എത്തിക്കൊള്ളണം എന്നില്ല, അതിൻ്റെയൊക്കെ താഴെ വരുന്ന പ്രോസസ്സറായിരിക്കും. എന്നാലും ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്, പക്ഷേ മറ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ ആ ഒരു ലെവലിൽ എത്തിക്കൊള്ളുന്നില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെ വരുന്നതായിരിക്കും. പിന്നെ 256 GB ഇൻറ്റേർണൽ വെർഷനും 512 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 1 TB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ അധികം കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിച്ചേക്കാം. പൊതുവേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരുമ്പം ആദ്യം ഗൂഗിളിൻ്റെ ഡിവൈസുകളിലൊക്കെയാണ് വരാറ്. അപ്പം ഫാസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 48 മെഗാ പിക്സലിൻ്റെ 1.7 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 10.5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. അതുകൂടാതെ 10.8 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 2 ഡിസ്പ്ലേയിലും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ പൊതുവേ ഗൂഗിളിൻ്റെ ഡിവൈസുകളിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പം ഇതിലും നമുക്ക് മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5015 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 23 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുള്ളൂ. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പേ ഇതിൽ വരുള്ളൂ. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 20 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഫോണാണ്, അത്യാവശ്യം കൂടിയൊരു പ്രൈസിങ്ങിലൊക്കെ തന്നെ ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. നമുക്കൊരു 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഗൂഗിളിൻ്റെ പിക്സൽ 10 പ്രോ ഫോൾഡ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.